അവർ ജയിച്ചാൽ എന്ത്, ഇവർ ജയിച്ചാൽ എനിക്കെന്ത്, ഞാനൊന്നും വോട്ട് ചെയ്യില്ല. ഈ ഒരു മനോഭാവം ആദ്യം മാറ്റണം നമ്മൾ. വെൽക്കം ബാക്ക്, പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുള്ളത്. ആദ്യം തന്നെ പറയാണ്, ഇലക്ഷനാണ് വരുന്നത്. ഏപ്രിൽ 9-നാണ്. എല്ലാവരും പോയി വോട്ടൊക്കെ ചെയ്യാം. ഒരു പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ വേണ്ടി അഭ്യർത്ഥിക്കാൻ വന്നതോ ഒരു പാർട്ടിൻ്റെ എന്താ പറയുക പ്രചരണത്തിന് ഇറങ്ങുന്ന ആളോ അനുയായിയോ എന്നല്ല ഞാൻ. എനിക്ക് വ്യക്തമായിട്ടുള്ളൊരു പാർട്ടി ഉണ്ട്, ഒരു രാഷ്ട്രീയം ഉണ്ട്. പക്ഷേങ്കിൽ അത് പറഞ്ഞിട്ട് നിങ്ങളോട് വോട്ട് പറയാനോ നിങ്ങളതിന് പോയി ചെയ്യണമെന്ന് പറയാനൊന്നല്ല. കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് പോയി കഴിഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാണ്. വേണ്ടവർക്ക് എടുക്കുക, വേണ്ടാത്തവർക്ക് എടുക്കണ്ട. അപ്പോൾ ഒരു നല്ലൊരു അവയർനെസ് എന്നുള്ള രീതിയിലാണ് ഈ ഒരു വ്ളോഗ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം ഒരു കാര്യം പറഞ്ഞുതരാം. എല്ലാവർക്കും പറഞ്ഞാണ്, ജസ്റ്റ് ഞാൻ പറയാം. എന്നാലും 5 വർഷത്തിൽ ഒരിക്കലാണ് ഇലക്ഷൻ വരുന്നത്. അത് ഓർത്തിട്ട് നിങ്ങൾ പോയി ചെയ്യുക. കുറേ പേര് ഞാൻ ചെയ്തിട്ട് എന്തിനാണ്, ഞാൻ ചെയ്യുന്നില്ല, ഞാൻ ആർക്കും ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട്. മണ്ടത്തരാണ്. ഞാനൊരു സമയത്ത് വിചാരിച്ചിരുന്നു നമ്മൾ ചെയ്യുന്നില്ല, നമ്മൾ ചെയ്യണ്ട, കാരണം ചെയ്തിട്ടൊന്നും കാര്യമില്ല, ഇവർ ആര് ചെയ്യിച്ചിട്ടും കാര്യമില്ല എന്ന്. പക്ഷേ നിങ്ങൾ പോയി ചെയ്യണം എന്നാണ് ഞാൻ പറയുള്ളൂ കേട്ടോ. നിങ്ങളെങ്ങനെയും ചെയ്യണം. 5 വർഷത്തിൽ ഒരിക്കൽ മാത്രം നമുക്ക് കുറച്ച് വില കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ 5 വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ്. അത് നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിക്കണം. 100% നന്നായിട്ടുള്ള ഒരു ആളെ നമുക്ക് ഒരിക്കലും കിട്ടൂല. അങ്ങനത്തെ ഒരു പ്രവർത്തകനില്ല എന്ന് നമുക്ക് 100% ഉറപ്പിച്ച് പറയാം. പക്ഷേ ആ 100-ൽ 90%, 80%ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത എല്ലാം കൊണ്ടും ബെറ്റർ ആയിട്ടുള്ളൊരു നേതാവ് ഉണ്ടാവും. അത് നിങ്ങൾക്ക് ഏതാണെന്നുള്ളത് നിങ്ങൾ നോക്കി ചെയ്യട്ടോ. ഒറ്റ കാര്യം ഞങ്ങളോട് പറഞ്ഞില്ല, ഇത് മാത്രം മൈൻഡിൽ വെക്കാം. നമ്മളെ പുറത്തുള്ള സംസ്ഥാനങ്ങൾ പോലെ പലയിടത്തും നമ്മൾ അക്രമങ്ങളും കാര്യങ്ങളും കണ്ടിട്ടുണ്ട്. മതത്തിൻ്റെ പേരിലാണെങ്കിലും പല ഫുഡിൻ്റെ പേരിലാണെങ്കിലും ഒക്കെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ കേരളത്തിൽ നിലവിലില്ല. അതുപോലത്തെ ഒരു അവസ്ഥ നമ്മുടെ കേരളത്തിൽ വരാൻ പാടില്ല. ഇപ്പം ഞാൻ പറയട്ടെ, എൻ്റെ പേര് ഫാരിസാണ്. അതുപോലെ ഇപ്പോൾ എൻ്റെ ഫ്രണ്ടായിട്ടുള്ള ബാലുണ്ട്. അതുപോലെ എൻ്റെ പേരായിട്ടുള്ള എബിനുണ്ട്, എൻ്റെ കമ്പനിക്കാർ. അപ്പോൾ ഈ ഒരു 3 പേരും പ്രശ്നമായിട്ടുള്ള ഒരു നേതാവ് അവർ തമ്മിൽ. അതായത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും. ഈ ഒരു പേരിൽ പ്രശ്നം കണ്ടെത്തിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന, അല്ലെങ്കിൽ അവർക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കുന്ന അങ്ങനത്തെ ഒരു നേതാവിനെ നമ്മൾ തിരഞ്ഞെടുക്കാൻ പാടില്ല. ഈ 3 പേരും അംഗീകരിച്ചിട്ട് 3 ആളെ ഒരേപോലെ കാണാൻ പറ്റുന്ന ഒരു പ്രതിനിധി, അതായിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആൾ. അതാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അങ്ങനത്തെ ഒരാൾ നിങ്ങൾക്ക് ഏതാണ് തോന്നിയിട്ടുള്ളത് ആൾക്ക് പോയി ചെയ്യുക. പിന്നെ ഒന്നും ചിന്തിക്കാനില്ല അവിടെ. അയാൾക്ക് പോയി വോട്ട് കൊടുക്കുക. ഈ ഇലക്ഷൻ തുടങ്ങിയതിന് ശേഷം കണ്ടിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ ഇതിനു മുമ്പ് നമ്മൾ ഈ ഒരു ഇലക്ഷൻ്റെ സമയത്ത് കാണുന്ന കാഴ്ചകൾ വിലയിരുത്തിയിട്ട് മാത്രം നമ്മൾ വോട്ടുകൾ കൊടുക്കരുത്. ഇതിനു മുമ്പ് ഈ 5 വർഷം വരെ ഭരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 5 വർഷം ഭരിച്ച് ഈ സമയത്തുള്ള കാഴ്ചകളൊക്കെ നമുക്ക് ഓർമ്മയിൽ വേണം. അല്ലെങ്കിൽ അത് നമ്മൾ ഓർത്തെടുത്തിട്ട് വേണം വോട്ട് ചെയ്യാൻ പോകേണ്ടത്. കാരണം ഈ സമയത്ത് വെച്ചാൽ മാക്സിമം മറ്റുള്ള പാർട്ടികളെ കുറ്റപ്പെടുത്താനാ ഏത് പാർട്ടി ശ്രമിക്കുള്ളൂ. അതുപോലെ അവർ ചെയ്തിട്ടുള്ള ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചു തരാനേ കാണിക്കുള്ളൂ. അപ്പം അത് മാത്രം നമ്മൾ നോക്കരുത്. 5 വർഷത്തിൽ എന്തെല്ലാം ഉണ്ടായി എന്നൊക്കെ നമ്മൾ കണക്കാക്കണം. എന്നിട്ട് വേണം പോയി കുത്താൻ കേട്ടോ. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇലക്ഷൻ്റെ ഏതെങ്കിലും ഒരു റാലിൻ്റെ പ്രകടനം, അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു നേതാവ് പോയി കണ്ട് കൈ കൊടുക്കുന്നത്, മറ്റവർക്ക് കെട്ടിപ്പിടിക്കുന്നത്, അതൊക്കെ നല്ല BGM ഒക്കെ ഇട്ട് അല്ലെങ്കിൽ നല്ലൊരു ഫീൽ ഗുഡ് സോങ് ഒക്കെ ഇട്ടിട്ട് ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അത് അത്യാവശ്യം റീച്ച് കയറും. റീൽസിൻ്റെ കാര്യം പറഞ്ഞത്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമ്മൾ വിചാരിക്കും, എന്തെല്ലാം മനുഷ്യന്, ശരിയല്ലേ, ഇയാൾക്ക് കൊടുക്കുക. അത് എല്ലാ രാഷ്ട്രീയക്കാരും ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് മാത്രം കണ്ടിട്ട് ആവരുത് ഈ 5 വർഷത്തിനുള്ള വിലയിരുത്തലെന്ന് ഞാൻ പറയാം. മാക്സിമം ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ടാവണം. ഇവരെന്തെല്ലാം ചെയ്തു, എനിക്ക് മെച്ചപ്പെടുത്തി, അല്ലെങ്കിൽ ഇവരെന്തെല്ലാം ചെയ്തില്ല ഒക്കെ ഓർമ്മയിലുണ്ടാവണം. ഈ സോങ്ങും ഈ റീലും കണ്ടിട്ട് മാത്രം പോയി കുത്തരുത് എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. ഈ ഇലക്ഷൻ്റെ ഇടയിൽ അവരറിയാണ്ട് പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. അതായത് അവർ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത രീതിയിൽ അവർക്ക് നെഗറ്റീവായിട്ടുള്ള ഒരുപാട് വീഡിയോസ് വന്നിട്ടുണ്ടാവും. അത് സത്യമാണെന്നുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുക. കാരണം മതങ്ങൾ പറഞ്ഞിട്ട് ഓരോ വ്യക്തികളുടെ പേരും വെച്ചിട്ട് പലരും കളിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ചെയ്യട്ടോ. ഇവരൊക്കെ നാളെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബെറ്റർ ആണോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. മാക്സിമം ഈ ഒരു വർഗീയത കൊണ്ടുവരുന്ന രീതിയിലുള്ളവരൊന്നും കൊണ്ടുവരാതിരിക്കുക. നിങ്ങൾ ചിന്തിക്കുക, കേരളം നശിക്കണോ, നമുക്ക് നിലവിലുള്ള ഈ സൗഹൃദം ഉണ്ടാവണോ, നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നുന്നത് നിങ്ങൾ ചെയ്യട്ടോ. പക്ഷേ വർഗീയത അത് നമ്മൾ കേരളത്തിലേക്ക് വേണ്ട. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ജസ്റ്റ് നിങ്ങൾ ഓർമ്മപ്പെടുത്തിലേക്ക് കൊണ്ടുവന്നുള്ളൂ. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ ഇലക്ഷനാണ്. അപ്പോൾ എല്ലാവരും ചിന്തിച്ച് ചെയ്യുക, 5 വർഷം നമ്മളെ ഭരിക്കാനുള്ളവരാണ്. അത് നമ്മൾ ഭരിക്കുന്ന രീതിയിലായിരിക്കണം. അങ്ങനത്തെ നേതാവിന് നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം നമ്മളെ ഭരിക്കാൻ മാത്രമല്ല. അപ്പോൾ അതൊക്കെ നിങ്ങൾ ചിന്തിക്കുക. മതം പറഞ്ഞ് വോട്ട് പിടിക്കാൻ വരുന്നവരെ തിരിച്ചറിയാം. അത് നമ്മളെ നല്ലതിനാവട്ടോ. കേരളം നശിപ്പിക്കാതിരിക്കുക. അത്രമാത്രം നിങ്ങളോട് പറയാനുള്ളൂ. നല്ലത് ഏതാണോ അത് നിങ്ങൾക്ക് തിരിച്ചറിയാം. നിങ്ങളത് തിരഞ്ഞെടുക്കാം. മോശപ്പെട്ടത് എടുക്കില്ല നമ്മളെ കേരളക്കാരെന്ന് എനിക്കറിയാം. എന്നാലും വെറുതെ ഒന്ന് ഓർമ്മപ്പെടുത്തിയാണ്. 5 വർഷം വെറുതെ ആവരുത്. അപ്പോൾ പെട്ടെന്ന് എല്ലാവരും പോയി വോട്ടൊക്കെ ചെയ്യട്ടോ. അടിപൊളിയാക്കി. എന്തായാലും അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ. മാക്സിമം ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്താൽ